അപ്പോൾ ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ കറി എങ്ങനെ തയ്യാറാക്കിയെടുക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ കോളിഫ്ലവറിൻ്റെ ഇലയും കട്ടി വരുന്ന തണ്ടും കളഞ്ഞ് ഫ്ലവർ മാത്രം എടുത്ത് മുറിച്ചത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കലർത്തിയ ഇളം ചൂടുവെള്ളത്തിലേക്കിട്ട് 10 മിനിറ്റ് വരെ അടച്ചു വെക്കാം. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുത്ത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നാളികേരം വറുത്തെടുക്കാം. 2 പിടിയിൽ കൂടുതലുള്ള തേങ്ങയിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ചെറിയുള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം പട്ട ഇതെല്ലാം ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്കിട്ട് ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത് വെക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഒന്നിച്ച് ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുത്ത് തണഞ്ഞതിന് ശേഷം ജാറിലേക്കിട്ട് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടി വരുമ്പോൾ തന്നെ 4 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില ഇട്ട് മൂത്ത് വരുമ്പോൾ 2 മീഡിയം സവാള ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വെക്കുക. അതിനുശേഷം 2 ഉരുളക്കിഴങ്ങ് കഴുകി വെച്ച കോളിഫ്ലവർ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അരച്ച് വെച്ച അരപ്പ് മിക്സിയുടെ ജാറിലുള്ളതെല്ലാം കുറച്ച് വെള്ളമൊഴിച്ച് ഇതിലേക്ക് ചേർത്ത് പാകമായിട്ടുള്ള വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കിയെടുത്ത് ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെന്ത ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, കുറച്ച് കറിവേപ്പില എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തിളയ്ക്കുമ്പോൾ ഫ്ലെയിം ഓഫാക്കി എടുത്താൽ കോളിഫ്ലവർ കറി റെഡി. തണിഞ്ഞ് വരുമ്പോൾ കുറുകിയതുപോലെ ആയി വരുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കൂടുതൽ കുക്കിംഗ് ആൻഡ് ഹെൽത്തി റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സി യു.